ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. SBJ കൂട്ടുകെട്ട് എന്ന നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ കുറച്ച് ചെറുതേനീച്ചൻ്റെ കൂട് വെച്ചിരുന്നു, കെണിക്കൂടായിട്ടും അല്ലാതെയും. കെണിക്കൂട് വെച്ചൊക്കെ ഏകദേശം വിജയിച്ച് സെറ്റായിട്ടുണ്ട്. ഇതൊരു കെണിക്കൂട് വെച്ച കൂടാണ്. ഇതിപ്പോൾ ഇതിൽ മുട്ടയും കുറച്ച് തേനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ കൂടിൽ ഈച്ചകളും അത്യാവശ്യം അധികം ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനൊരു ഹണി ചേമ്പർ വെച്ച് കൊടുക്കുകയാണ്. അതായത് ഇതേപോലെ നമ്മളതിൻ്റെ മുകളിൽ മൂടി വെച്ച പലകൾക്ക് സെൻട്രലിൽ ഒരു ഹോൾസ് കൊടുത്തിട്ട് അതിന് തൊട്ട് മുകളിലായിട്ട് ഇതേപോലെ അടിയിൽ വെച്ച് അതേപോലുള്ള ഒരു ബോക്സ് വെച്ച് കൊടുക്കുക. അതാണ് ഹണി ചേമ്പർ. ഇനി നമ്മൾ അടുത്ത വർഷം തേനെടുക്കുന്ന സമയത്ത് ഈ ഹണി ചേമ്പർ മാത്രം തുറന്നാൽ മതി. അതിൻ്റെ അടിയിലുള്ള ബോക്സ് ഒരു കാരണവശാലും തുറക്കേണ്ട ആവശ്യമില്ല. അതിലിനി മുട്ട ഉണ്ടെങ്കിലും അവർ മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്കുള്ള തേനയിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നും നമ്മൾ തൊടേണ്ട ആവശ്യമില്ല. അവരെ ശല്യപ്പെടുത്താതെ തന്നെ നമുക്ക് ആവശ്യം എന്താ, ഹണി, തേൻ. ആ ചെറുതേൻ മാത്രം ഈ ബോക്സിലുണ്ടാവും. അതിലേക്ക് പൂമ്പൊടിയോ മുട്ടയോ അങ്ങനെ ഒന്നും കലരാതെ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ എടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഹണി ചേമ്പർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഹണി ചേമ്പറൊക്കെ വെച്ച് നമ്മളതിൻ്റെ മുകളിൽ കൂടെ ഒരു ടാർപോളിഷിൻ്റെ ഷീറ്റ് വെച്ച് നല്ല വൃത്തിയായിട്ടൊന്ന് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് ഇതിലേക്ക് മഴപ്പാറ്റിലടിക്കാതെയും ഈ കൂട് സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മറവും കിട്ടും. ഇതാണ് നമ്മളെ രണ്ടാമത്തെ കൂട്. ഇതിന് മുമ്പ് നമ്മളെ പൈപ്പ് വെച്ച് മറ്റൊരു മാതൃകോളനിയിൽ നിന്ന് നമ്മൾ വേർപെടുത്തിയെടുത്തതാണ് ആ കൂട്. ഈ കൂടിലും അത്യാവശ്യം ഈച്ചകളൊക്കെ ഉണ്ട്. അതായത് അത്യാവശ്യം സ്ട്രോങ്ങുള്ള കോളനിയാണ്. അപ്പോൾ നമ്മൾ മെല്ലെ തുറന്നു നോക്കിയ സമയത്ത് ഒരുപാട് മുട്ട ഇതിനകത്ത് റാണീച്ച ഇട്ടിട്ടുണ്ട്. കുറഞ്ഞ തേൻ മാത്രമേ സൈഡിൽ വെച്ചിട്ടുള്ളൂ. ബാക്കി തേനുകളൊക്കെ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മളെ തേനീച്ചക്കൂട് വെച്ച കാലി. ഇതിന് ചുറ്റും ചോക്ക് കൊണ്ട് വരച്ചു കൊടുക്കുന്നത്. അതായത് കൂറച്ചോക്ക് വെച്ച് വരച്ചു കൊടുത്താണ് ഉറുമ്പൊന്നും കയറാതിരിക്കാൻ. എന്നാലും നമ്മളതിന് മുകളിൽ മൂടി വെച്ച ഷീറ്റിൻ്റെ ഉള്ളിൽ എട്ടുകാലി കയറുന്നുണ്ട്. ഒരുപാട് ഈച്ചകളെ എട്ടുകാലി പിടിച്ചു പോയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്, നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. എന്നാൽ നിങ്ങൾ കാണിച്ചു തരാൻ അടുത്ത പ്രാവശ്യം എട്ടുകാലിൻ്റെ വല ഇതേപോലുള്ള കൂടിൻ്റെ ചുറ്റും ഉണ്ടോ എന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കാനും ആ വല ഉണ്ടെങ്കിൽ ഈച്ചകളൊക്കെ ഇതുപോലെ നഷ്ടപ്പെടുമെന്ന് പറയാനും കാരണമാണ്. ഇത് ചെറിയ കൂടായിരുന്നെങ്കിൽ ഒരുപാട് ഈച്ചകൾ നശിച്ചു പോയാനെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലും ഹണി ചേമ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം പായൊക്കെ വെച്ച് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തുള്ള കോളനി തന്നെയാണ്. അതിന് മുൻഭാഗം കണ്ടാൽ തന്നെ അറിയാം. ഇത് നമ്മളെ മൂന്നാമത്തെ കൂടാണ്. ഇത് മറ്റൊരു തറൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പൊളിച്ച് വെച്ച് കൊടുത്ത കൂടാണ്. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ഇതിൻ്റെ മുകളിൽ വെച്ച ഒരു ചെറിയ പലകൻ്റെ ഷീറ്റുണ്ട്. അത് നമ്മൾ ചെറിയൊരു ഹോൾസ് ആദ്യം വെച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് ആ ഹോൾസ് ഒന്ന് തുറന്നിട്ട് എല്ലാം തുറന്ന് നോക്കുക. അത്യാവശ്യം മുട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിന് മുകളിലും എല്ലാം ഹണി ചേമ്പർ വെച്ച് കൊടുക്കുക. ഇതാണ് നമ്മൾ ഹണി ചേമ്പർ ഇങ്ങനെ വെച്ച് കൊടുത്തത്. ഇങ്ങനെ വെച്ച് കൊടുത്താലുള്ള ഗുണം നമുക്ക് തേൻ മാത്രം എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നമ്മളെ അടുത്ത ഒരു കൂട് കെണിക്കൂട് വെച്ചതായിരുന്നു. കെണിക്കൂട് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു മൾട്ടിങ് ഷീറ്റ്, ഒരു വിസിബിളായ ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഉള്ളിലുള്ള ഡെവലപ്മെൻറ്റ്സൊക്കെ. അതായത് ഈച്ചകൾ എന്തൊക്കെ ചെയ്ത് പുതിയ റാണി ഇറങ്ങി മുട്ടയിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഈച്ചകൾക്ക് ഒരുപാട് ശല്യമില്ലാതെ, അതായത് തുറന്ന് ഈച്ചകൾ പുറത്ത് പറന്ന് ഇറങ്ങി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് തുറന്ന് നോക്കാൻ പറ്റും. തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ആ ഷീറ്റ് വെച്ചുകൊണ്ടാണ് നല്ല രീതിയിൽ കാണാത്തത്. ഉള്ളിൽ കൂടെ ഒരുപാട് ഈച്ചകൾ കൂടി നടക്കുന്നുണ്ട്. കുറച്ച് മെഴുകി എല്ലാ സ്ഥലത്തും കൊണ്ടുവച്ച് ഈച്ചകൾ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് കാര്യമായ ഒരു നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് അടുത്ത വർഷത്തേക്ക് ഈ കൂട് വിജയിക്കും എന്ന് തന്നെയാണ് ഉറപ്പായത്. കാരണം പുതിയതായി സെറ്റ് വരുന്ന ഈച്ചകൾ ഇതിലേക്ക് ഇറങ്ങാൻ സ്വാഭാവികമായിട്ടും ഇതിലേക്ക് ഇറങ്ങേണ്ടതാണ്. ആ സമയത്ത് ഇതിൽ റാണി കയറി മുട്ടയിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ കൂട് ആ മാതൃകോളനിൽ വെച്ച് പൈപ്പ് ഒഴിവാക്കി കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ വേറൊരു കൂടാണ്. ഇത് നമ്മൾ ഇതേപോലെ തന്നെ കെണിക്കൂട് വെച്ചിട്ട് 2 മാസമായിട്ടുള്ളൂ.
ജനുവരി തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ കൂട് കെണിക്കൂടാക്കി വെച്ചിരുന്നത്. ആ വെച്ചിരുന്ന കൂടിന് മാതൃകോളനിയിൽ നിന്ന് ഇറങ്ങി വരുന്ന പൈപ്പാണിത്. ഇതും ഈ കൂട് 2 മാസം കൊണ്ട് തന്നെ നമുക്ക് സെറ്റായി വിജയിച്ച് കിട്ടിയൊരു കൂടാണ്. കാരണം ഓൾറെഡി ഇത് സെറ്റ് പിരിഞ്ഞ് പോകാനുള്ള ഏകദേശം സമയം ആയപ്പോഴാണ് നമ്മൾ ഈ പുതിയ കൂട് വെച്ച് കൊടുക്കുന്നത്, കെണിക്കൂട് വെച്ച് കൊടുക്കുന്നത്. ആ സമയം തന്നെ ഒരുപാട് ഈച്ചകൾ ഇതിലേക്ക് വന്ന് കയറി, പുതിയ സെറ്റ് പിരിഞ്ഞ് ഇറങ്ങുന്ന ഈച്ചകൾ ഇതിലേക്ക് ഇറങ്ങുകയും ഇതിൽ റാണി മുട്ടയിടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു വിജയിച്ച 100% സക്സസ് ആയ കൂടാണ് എന്ന് ഉറപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഹണി ചേമ്പർ തന്നെ നമ്മളിതിന് മുമ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹണി ചേമ്പർ വെച്ച് കൊടുത്ത് ഈച്ചയൊക്കെ ഹണി ചേമ്പറിലേക്ക് കൂടി കയറി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഒരുപാട് മുട്ടകൾ ഈ കൂട്ടിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 100% തന്നെ ഹണി സക്സസ് ആയ ഒരു കൂടാണ്. ഇതാണ് കെണിക്കൂട് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് വിജയിപ്പിക്കുന്ന രീതി. പെട്ടെന്ന് തന്നെ ചില കൂടുകൾ പെട്ടെന്ന് വിജയിച്ച് കിട്ടും, ചില കൂട് അടുത്ത വർഷം അടുത്ത സെറ്റ് പിരിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്തോ അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മറ്റേ മാതൃകോളനിയിൽ തീറ്റ കുറയുന്ന സമയത്ത്, അതായത് പൂമ്പൊടിയൊക്കെ നമ്മൾ വെച്ച കെണിക്കൂടിൽ വെച്ചിട്ട് അതിൽ തീറ്റ കുറയുന്ന സമയത്ത് ഈച്ചകൾ ഇറങ്ങി വന്ന് ഇതിലേക്ക് കൂടി സ്വാഭാവികമായിട്ട് മാതൃകോളനിയിൽ സ്ട്രോങ് ഇല്ലാണ്ടാവുകയും ചെയ്യുന്നതാണ്. ആ സമയത്ത് നമുക്ക് ഈ കൂട് കുറച്ച് ദൂരത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്.